വഖഫ് നിയമം ഇപ്പോൾ എന്തായി? വഖഫ് നിയമം അതുപോലെയുണ്ട്. വഖഫ് നിയമ ഭേദഗതി അല്ലേ? ഭേദഗതി ബില്ലിൻ്റെ കാര്യമാണ്. പാർലമെൻറ്റ് കഴിഞ്ഞ സമ്മേളനത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ പണിയൊന്നും തീർന്നില്ല. അതുകൊണ്ട് അടുത്ത സമ്മേളനത്തിലേക്ക് മാറ്റാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ജഗദംബിക പാൽ തന്നെ സ്പീക്കറോട് ആവശ്യപ്പെട്ടു, കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അടുത്ത സമ്മേളനത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുക. അടുത്ത സമ്മേളനം ആരംഭിക്കുന്നത് ജനുവരി 30-നാണ്. ജനുവരി 30-ന് തുടങ്ങി ഫെബ്രുവരി 12-ന് അവസാനിക്കും. ബജറ്റ് സമ്മേളനമാണ്. ബജറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം ജനുവരി 30-ന് തുടങ്ങുമ്പോൾ 30-ാം തീയതി ആദ്യ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ മാത്രം ഉതകും വിധം ഈ ബില്ല് തയ്യാറാക്കി അതിലെ ആക്ഷേപങ്ങളൊക്കെ കേട്ട് അത് ക്രോഡീകരിച്ച് ബുക്ക് രൂപത്തിലാക്കി മുഴുവൻ പാർലമെൻറ്റ് അംഗങ്ങൾക്കും കൊടുക്കണം എന്നാണ് വ്യവസ്ഥ. അതിൻ്റെ പണി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരം ബജറ്റ് സമ്മേളനത്തിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് വരില്ല. അപ്പോൾ ഫലത്തിൽ ഈ ബില്ല് ഒരു തരത്തിലും പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടരുത് എന്നാഗ്രഹിച്ചവരുടെ സ്വപ്നങ്ങൾ, ആശയം, ലക്ഷ്യം കാണുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. പഴയൊരു ആവേശം ആർക്കും കാണുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞിടയ്ക്ക് കേരളത്തിൽ തന്നെ എത്ര പ്രോപ്പർട്ടീസ്, ഞാൻ ഈ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ പഴയ കഥകൾ വീണ്ടും പറയും. കേരളത്തിൽ തന്നെ എത്ര പ്രോപ്പർട്ടി വഖഫിൻ്റെ പരിധിയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാപ്സി എന്ന് പറയുന്ന അവരുടെ സൈറ്റിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ മഹാഭൂരിപക്ഷം വസ്തുക്കളും സ്ഥലം മാത്രമേ ഉള്ളൂ. അതും ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ്. നമ്മൾ 3-4 ദിവസം മുമ്പ് മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇത്തിരി കഷ്ടപ്പെടണം. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രേക്ഷകർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതാണ്. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളൊരല്പം കഷ്ടപ്പെട്ട് നമ്മുടെ പ്രൊഫൈലിൽ യൂട്യൂബിൽ പോയിട്ട് ഒന്ന് പുറകിലേക്ക് നോക്കി ആ വീഡിയോ കാണാം. അതിൽ ഞാൻ പറഞ്ഞു ഒരു വലിയൊരു കലാപം ഉണ്ടായി, ഒരു സമരം ഉണ്ടായി. അപ്പോൾ പോലീസ് കേസെടുക്കും. കണ്ടാൽ അറിയുന്ന 300 പേര് പ്രതികൾ. അത് പോലീസിൻ്റെ ഒരു തന്ത്രമാണ്. ആ 300 പേരിൽ ആരെ പെടുത്താം അതെ എന്ന് പറയുന്ന പോലെയാണ് കേരളത്തിലെ മാത്രം വഖഫ് ബോർഡിൻ്റെ സൈറ്റിലുള്ള വഖഫ് ക്ലെയിം ചെയ്തിരിക്കുന്ന ഏതാണ്ട് 52,000-ൽ പരം പ്രോപ്പർട്ടീസ് ലിസ്റ്റുണ്ട്. അതിൽ ഭൂരിപക്ഷവും ഇപ്പോൾ ചെല്ലാനം പറഞ്ഞ പോലെ ചെല്ലാനം ഇത്രാം നമ്പർ പ്രകാരം വഖഫുണ്ട്. അവിടെ ഏത് ഭൂമിയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് 2 തരത്തിൽ ഉപയോഗിക്കാം. കണ്ടാൽ തിരിച്ചറിയുന്ന 300 പേരെ എന്ന് പറയുന്ന പോലെ ചെല്ലാനത്തെ മുഴുവൻ പ്രോപ്പർട്ടിയും വഖഫാണെന്ന് പറയാം. അല്ലെങ്കിൽ അവിടെ വഖഫിന് താല്പര്യമുള്ള കണ്ണായ പൊന്നും വിലയുള്ള ഏറ്റവും നല്ല പ്രോപ്പർട്ടികളെ വഖഫാക്കി ഭാവിയിൽ മാറ്റുകയും ചെയ്യാം. അങ്ങനെയാണ് ഭൂരിപക്ഷം വസ്തുക്കളും കേരളത്തിൽ പോലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കേരളം ഇന്ത്യയുടെ ഒരു സാമ്പിളാണല്ലോ. ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഏതാണെന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയ പണിയാണ്. അപ്പോൾ ഇത് നമുക്കാർക്കും നോട്ടീസ് കിട്ടിയിട്ടില്ല. കേരളത്തിലുള്ള ഈ വഖഫിൻ്റെ പരിധിയിൽ വരുന്ന ആളുകൾക്കൊന്നും നോട്ടീസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് സമാധാനപരമായിട്ട് കിടന്നുറങ്ങുകയാണ്. തലേണയുടെ അടിയിലിരിക്കുന്ന ടൈം ബോംബാണ് എന്ന് ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ, ഇടതു വലതു മുന്നണികൾ ഇത് വഖഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലെ ചതി മനസ്സിലാവുമല്ലോ എന്ന് കരുതി അതേക്കുറിച്ച് മാത്രം മിണ്ടില്ല. മുനമ്പത്തെ പ്രശ്നം ഭൂമി പ്രശ്നം എന്നേ പറയുന്നുള്ളൂ. മുനമ്പത്തെ പ്രശ്നം ഭൂമി പ്രശ്നമല്ല, വഖഫ് നിയമം മൂലമുണ്ടായ പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെടണമെങ്കിൽ വഖഫ് നിയമത്തിലാണ് ഭേദഗതി വരേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് പറയത്തില്ല. കാരണം ഇവിടുത്തെ സംഘടിത വോട്ട് ബാങ്കായ മുസ്ലിം സമുദായം എതിരാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ നിയമം പാസ്സായാൽ, ഈ നിയമത്തിലെ ഏറ്റവും വലിയ കെണികളെന്ന് പറയുന്നത് ഒന്ന് വഖഫ് ട്രിബ്യൂണലിൻ്റെ വിധിക്കെതിരെ അപ്പീലിന് പോകാൻ പറ്റില്ല എന്നുള്ള വ്യവസ്ഥ മാറ്റാനാണ് നിയമം മാറ്റുന്നത്. ആർക്കും ആരുടെ ഭൂമിയും വഖഫ് ചെയ്യാം എന്ന് പറയുന്ന വ്യവസ്ഥ മാറ്റാനാണ് നിയമം ഭേദഗതി ചെയ്യുന്നത്. ഒരാൾ വഖഫ് ബൈ യൂസ്, അതായത് നിങ്ങളുടെ സിനുവിൻ്റെ വീട് ഒരു മുസ്ലിമായ ഞാൻ വാടകയ്ക്കെടുത്തിട്ട് ഞാൻ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് വഖഫ് ചെയ്യാം എന്ന് പറയുന്ന കിരാതമായൊരു നിയമമുണ്ട്. ആ നിയമവ്യവസ്ഥ മാറ്റാനാണ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ആരുടെ ഭൂമിയും സർക്കാരിൻ്റെ ഉൾപ്പെടെ ഭൂമി വഖഫിന് പിടിച്ചെടുക്കാം എന്ന് പറയുന്ന വ്യവസ്ഥ മാറ്റാനാണ് വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ വഖഫ് ട്രിബ്യൂണലിൽ, വഖഫ് ബോർഡിൽ അവർക്ക് അനിയന്ത്രിതമായി കോടതികൾക്ക് മുകളിൽ ഒരാളുടെ സ്വത്ത് ഇല്ലാതാക്കാൻ ആർട്ടിക്കിൾ 300
പറയുന്നത് നിയമപരമായ പ്രക്രിയയിലൂടെ കോടതികൾ വഴിയേ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ നാട്ടിലെ ഭരണഘടന പറയുന്നത്. പക്ഷെ ഭരണഘടനയുടെ ആ വ്യവസ്ഥ വഖഫ് ബോർഡിന് ബാധകമല്ല. വഖഫ് ബോർഡിന് ആരുടെ സ്വത്തും തങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ നോട്ടീസ് കൊടുക്കാം, വിജ്ഞാപനം ചെയ്യാം. വിജ്ഞാപനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെയാണ്, അല്ലെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ വസ്തു തന്നെയാണ് പിന്നെ നമ്മൾ തെളിയിക്കാൻ നടക്കണം, നമുക്കാണ് പണി വരുന്നത്. ആ വ്യവസ്ഥ മാറ്റാൻ വേണ്ടി ഇങ്ങനെ വഖഫിൽ ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോൾ അത് ക്രിസ്ത്യാനികളുടെയോ ഹിന്ദുക്കളുടെയോ ആണെങ്കിൽ അത് ന്യായയുക്തമാണോ എന്ന് പരിശോധിക്കാൻ ഈ കമ്മിറ്റിയിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകളും വേണം എന്ന് കേന്ദ്ര സർക്കാർ പുതിയ നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. കാരണം അത് ദേവസ്വം ബോർഡ് പോലെയല്ല. ദേവസ്വം ബോർഡ് ആരുടെയും ഭൂമി ഏറ്റെടുക്കാൻ പോകുന്നില്ല, ഇല്ലല്ലോ. ഇല്ല. വഖഫ് ബോർഡിന് ഭൂമി ഏറ്റെടുക്കാം, ആരുടെ ഏറ്റെടുക്കാം, ഹിന്ദുവിൻ്റെ ഏറ്റെടുക്കാം, ക്രിസ്ത്യാനിയുടെ ഏറ്റെടുക്കാം, സിഖുകാരൻ്റെ ഏറ്റെടുക്കാം എന്നിരിക്കെ അത്തരം പരാതികൾ വരുമ്പോൾ ഇതിനകത്ത് ഏകപക്ഷീയമായി ഒരു മതക്കാർ മാത്രം ഈ കമ്മിറ്റിയിൽ ഈ ബോർഡിൽ ഉണ്ടായാൽ പോരാ, മറ്റു മതസ്ഥരെ കൂടെ ഉൾപ്പെടുത്തണം. സിഇഒമാരൊക്കെ പറ്റുമെങ്കിൽ മറ്റു മതസ്ഥരായിരിക്കണം എന്ന് പറയുന്നൊരു ഭേദഗതിയുണ്ട്. ഇത്തരം ഭേദഗതികളാണ് ഈ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കാൻ, ഇന്ത്യ മുഴുവൻ ഒരു ഇസ്ലാമിക രാജ്യമാകുന്നത് തടയാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഈ പ്രപ്പോസൽ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വന്നപ്പോൾ തൊട്ട് ഇവിടുത്തെ കോൺഗ്രസ് മുതൽ സകലരും ഈ ബില്ലിനെതിരാണ്. കേരളത്തിലാണെങ്കിൽ 140 MLA-മാരും ചേർന്ന് ഈ ബില്ല് പാസ്സാവില്ലെന്ന് പറഞ്ഞു. എന്നിട്ടോ ഇവരിതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ചെയ്ത പണിയാണ് കോടിക്കണക്കിന് ആക്ഷേപങ്ങൾ അവതരിപ്പിച്ചു. മെയിൽ വഴിയൊക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ മഹല്ലുകളിലും പള്ളി കമ്മിറ്റികളിലും ഒക്കെ പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടികളും കൂടെ നിന്ന് JPC ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് കോടിക്കണക്കിന് പരാതികൾ അയച്ചു. അപ്പോൾ കമ്മിറ്റി എന്ത് ചെയ്യണം? ഈ പരാതികൾ മുഴുവൻ പരിശോധിക്കണം, ആക്ഷേപങ്ങൾ മുഴുവൻ പരിശോധിക്കണം. അതായത് ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്. നീണ്ടു പോകും. ഇത് ഇനിയിപ്പോൾ ഇത് പരിശോധിച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കേസ് കൊടുക്കും. ഞങ്ങളടുത്ത ആക്ഷേപം പരിഗണിച്ചിട്ടില്ല, അല്ലാതെയാണ് നിയമം കൊണ്ടുവന്നത്. മനഃപൂർവ്വം ഇതിനെ കുഴിയിലാക്കാൻ വേണ്ടിയിട്ട് സംഘടിതമായി ഇവിടുത്തെ മതന്യൂനപക്ഷമായ മുസ്ലിം സംഘടനകൾ ചെയ്തു. അതിനെ പ്രതിരോധിക്കാൻ ഇവിടുത്തെ മറ്റ് ആളുകൾക്ക്, ഇതിൻ്റെ ഇരകളാകുന്ന മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് കഴിഞ്ഞില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതുകൊണ്ട് ഈ പണി തീർന്നിട്ടില്ല എന്ന പേരിൽ ഇത് പിന്നെയും നീണ്ടുപോവുകയാണ്. 1 കോടിയിൽ പരം ആക്ഷേപങ്ങൾ സോർട്ട് ചെയ്ത് തീർക്കാനുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഫലത്തിൽ വഖഫ് നിയമ ഭേദഗതിയുടെ പണി കഴിഞ്ഞു. പിന്നെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മളൊരിക്കലൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ വഖഫ് നിയമത്തിനെതിരെ മുനമ്പം സമരത്തിനൊക്കെ വലിയ പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ച സംഘടനകളുണ്ട്. അവരിപ്പോൾ ആലോചിക്കുന്നത്, എടാ ഇതൊക്കെ ചെയ്തിട്ടും ഇതിൻ്റെ ഇരകളാകുന്ന ആളുകൾ ഇപ്പോഴും കോൺഗ്രസ്സിന് വേണ്ടിയാണ് നിൽക്കുന്നത്. കോൺഗ്രസ്സാണ് നിയമം കൊണ്ടുവന്നത്, കോൺഗ്രസ്സാണ് നിയമം മാറ്റുന്നതിനെ എതിർക്കുന്നത്. എന്നാൽ ഇവരൊക്കെ ഇതിൻ്റെ ഇരകളായിട്ട് നിന്നിട്ട് ഇത് തിരിച്ചറിഞ്ഞ് നിൽക്കേണ്ടവർ കോൺഗ്രസ്സിന് വേണ്ടി നിൽക്കുകയാണ്. പണ്ട് കാലത്ത് ചില ആളുകളൊക്കെ ഇപ്പം ഈ അവകാശങ്ങൾ കിട്ടാൻ സമരം ചെയ്യും. സമരം ചെയ്യുമ്പോഴത്തേക്ക് ഒരു സ്ഥാപനത്തിൽ ചിലപ്പോൾ 10% വരെ സമരം ചെയ്യത്തുള്ളൂ, ബാക്കി 90% പേര് അവിടെ നിന്ന് ജോലി ചെയ്യും. അവസാനം 10% പേര് സമരം ചെയ്തിട്ട് ശമ്പള വർധന ഉണ്ടാക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും കിട്ടും. അതുപോലെ വേണമെങ്കിൽ BJP പാസ്സാക്കിക്കോട്ടെ, അതിൻ്റെ ഗുണം ഞങ്ങൾ മേടിച്ചോളാം, എന്നിട്ട് ഞങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്. അവരൊക്കെയാണ് വഖഫിൻ്റെ ഇരകൾ. അപ്പോൾ വഖഫിൻ്റെ ഇരകളാകുന്ന ആയിട്ടുള്ള ഹിന്ദു സമൂഹം ഇതുവരെ കാര്യമായി രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് എന്തിനാണെന്ന് BJP ആലോചിച്ച തെറ്റ് പറയാൻ പറ്റുമോ? BJP അങ്ങനെ ആലോചിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. BJPയും കേന്ദ്ര സർക്കാരും വളരെ ഫേമായിട്ട് ഈ ബില്ല് പാസ്സാക്കണമെന്ന് തന്നെയാണ് നിലപാട്. പക്ഷേ ഇതിനകത്തൊരു നഷ്ടക്കച്ചവടമുള്ളത് തെലുങ്ക് ദേശം പാർട്ടിയും ജനതാദളും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയും ഒരു പുനർവിചിന്തനത്തിലാണ് എന്ന് പറയപ്പെടുന്നു. കാരണം ഈ ബീഹാറിലും ആന്ധ്രാപ്രദേശിലും സംഘടിതമായി മുസ്ലിം സംഘടനാ നേതാക്കന്മാർ, മത നേതാക്കന്മാർ വലിയ സമ്മർദ്ദം ചന്ദ്രബാബു നായിഡുവിൻ്റെ അടുത്തും നിതീഷ് കുമാറിൻ്റെ അടുത്തും ചെലുത്തുന്നുണ്ട്. ഇത് എന്തുവന്നാലും ഇത് പാസ്സാക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല, BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുത്തില്ലല്ലോ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഫലത്തിൽ ഇവർ 2 സംസ്ഥാനങ്ങളിലെ ഘടകകക്ഷികൾ ന്യൂനപക്ഷ പിന്തുണയെ ആവശ്യമാണ് എന്ന് കരുതുക, അല്ലെങ്കിൽ അവരെ ഭയപ്പെടുന്നൊരു സിറ്റുവേഷൻ കൂടി ഉള്ളതുകൊണ്ട് ഈ ബില്ല് പാസ്സാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ചിത്രം. കാരണം ആളുകൾക്ക് ചിന്തിക്കേണ്ട ഒരു അവസരം കൂടിയാണ്. കാരണം ഒരു ഗവൺമെൻറ് സന്നദ്ധമാണ് ഭേദഗതി ചെയ്യാൻ, പക്ഷേ അത് ആവശ്യമുള്ളവർ സർക്കാരിനെ പിന്തുണയ്ക്കുന്നില്ല. അപ്പോൾ സർക്കാർ വേണ്ടി വന്നാൽ ഭരണം വരെ പോയി
പൊയ്ക്കോട്ടെ എന്ന് വെച്ച് ബില്ലുമായിട്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾ നാളെ കൂടെ നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ്? ഒരൊറപ്പില്ല. ഒരുറപ്പില്ല. അപ്പോൾ ആ സർക്കാർ എന്ത് വേണം ചെയ്തു, ഞങ്ങൾ ഗുണമൊക്കെ ഞങ്ങൾക്ക് എടുത്തോളാം. പിന്നെ നിങ്ങൾക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ അനുഭവിച്ചോളാം. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ടും ചെയ്തോളാം. ഈ നിലപാടിലാണോ ആളുകൾ നിൽക്കുന്നത്? അപ്പോൾ ഇതിനകത്ത് ഇത്രയും ലക്ഷക്കണക്കിന് സാക്ഷിമൊഴികൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ രേഖപ്പെടുത്തി ഈ പാർലമെൻറ്റ് വരാൻ പോകുന്ന ജനുവരി 30 ആരംഭിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിലും വഖഫ് ബില്ല് വരാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാവുന്നത്. വേണമെങ്കിൽ ഇച്ചിരി പതുക്കെ വന്നാൽ മതി എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകുമായിരിക്കും അല്ലേ? അല്ല, അത് സർക്കാരിനുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വസ്തുത ഇതൊക്കെയാണ്. സർക്കാരിൻ്റെ 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികൾ അനുകൂലമല്ല. അവിടെയും സംഘടിത മതശക്തികൾ വിജയിക്കുകയാണ്. അപ്പോൾ ആലോചിക്കണം, നിങ്ങൾ ആഞ്ഞു കുത്തിയില്ലേ BJPക്കെതിരെ? BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലോ? ഒന്നും നോക്കാതെ ബില്ല് പാസ്സാക്കായിരുന്നു. മുനമ്പങ്കാരൂടെ കേൾക്കാനാ. പിന്നെ കേരളത്തിൽ ഇതൊന്നും എന്നെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് ഉറങ്ങുന്ന കുറേ ആളുകളുണ്ടല്ലോ, അവരും കൂടെ അറിയണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ടൈം ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. അത് പൊട്ടേണ്ട സമയത്ത് പൊട്ടും. അന്ന് നിങ്ങൾ നിലവിളിച്ചുകൊണ്ട് ഓടുമ്പോൾ ആരും ഉണ്ടാവില്ല കൂടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.